എനിക്ക് പറയാനുള്ളത് നിലവിൽ തിരുവാപ്പുറ പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് ഞാനാണ്. ഞാനിതിൻ്റെ ഇടയ്ക്ക് ഒരു 2 മാസം ഈ ഡയൽ സെൻ്ററിൻ്റെ ഭാഗമായിട്ട് ഒരു മെഗാ ബിരിയാണി ചലഞ്ച് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു 2 മാസം ഞാൻ അത് എൻ്റെ സഹപ്രവർത്തകനായ ഹനീഫ വൈസ് പ്രസിഡൻ്റാണ് യൂത്ത് ലീഗിൻ്റെ, അവനക്ക് ചാർജ് കൊടുത്തു. അതാണ് ഈ ടി ഹനീഫ എന്ന് പറഞ്ഞത്. അതുമായിട്ട് ബന്ധപ്പെട്ട് അത്രേ പറയാം. കെ ടി ജലീലുമായിട്ട് ഞാൻ പഴയ ബന്ധം, അദ്ദേഹം യൂത്ത് ലീഗിൽ ഉണ്ടാവുമ്പോഴുള്ള ഒരു ബന്ധമാണ്. താങ്കളാണ് ഈ കൊപ്പത്തെ ഹോട്ടലുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ധോത്തി ചലഞ്ചുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളൊക്കെ കെ ടി ജലീലിനോട് പറഞ്ഞത് തെളിവുകൾ കൊടുത്തതെന്നാണ് ജലീൽ തന്നെ പറഞ്ഞു. അങ്ങനെ ഒരു തെളിവ് ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ യൂത്ത് ലീഗുകാരനാണെന്ന് മൂപ്പരിക്കാര്. ഫോൺ സംഭാഷണത്തിലൂടെയെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഫോൺ സംഭാഷണം നമ്മൾ ഇടക്കിടക്ക് അവരുമായിട്ട് സംസാരിക്കും. ഓഡിയോ പുറത്തു വന്നല്ലോ സമൂഹ മാധ്യമങ്ങളിൽ. ഓഡിയോ പുറത്ത് വരും. നമ്മൾ ഇതൊക്കെ എന്താ പരസ്യമാണ്. നമ്മൾ എൻ്റെ സഹപ്രവർത്തകരോടൊപ്പം ഇരുന്ന് വിളിക്കണതാണ്. പല രാഷ്ട്രീയക്കാർക്കും നമ്മൾ വിളിക്കും. പൊതുരംഗത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കെതിരെയാണ് അതിൽ പറയുന്നത്. ഫിറോസ് സാഹിബ് എൻ്റെ നേതാവാണ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഞങ്ങളെ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങൾ ഫിറോസ് സാഹിബിന് വിളിക്കാറുണ്ട്. താങ്കളുടെ കാര്യത്തിൽ പറഞ്ഞ കളവാണെന്നാണ് പറയുന്നത്. അതായത് നിങ്ങളല്ല വിവരങ്ങൾ ചോർത്തി നൽകിയത് എന്നാണ്. നിങ്ങൾ വിവരങ്ങൾ കൊടുത്തില്ലേ? എൻ്റെ പാർട്ടിക്ക് എന്ത് വിവരം ഉള്ളത് ചോർത്താൻ? അല്ല, എന്ന് പറയുന്ന കൊപ്പത്തെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിവരം ഫോൺ സംഭാഷണത്തിനിടയിൽ കെ ടി ജലീലിനോട് താങ്കൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇല്ല. അങ്ങനെയാണെങ്കിൽ വാർത്താ സമ്മേളനത്തിലും ഫേസ്ബുക്കിലൊക്കെ താങ്കളാണ് പറഞ്ഞത്, താങ്കളുടെ പേര് ഉൾപ്പെടെയാണ് പറഞ്ഞത്. ജലീൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ജലീൽ ഞാൻ വിളിക്കാറുണ്ട്, യൂത്ത് ലീഗുകാർ വിളിക്കാറുണ്ട്, പലരും വിളിക്കും. അതാണ് ജലീൽ പറഞ്ഞത്. അത് എന്റെ സഹപ്രവർത്തകരും നേതാക്കന്മാരൊക്കെ സംസാരിച്ചിട്ട് എന്റെ വേണ്ട നടപടികളായിട്ട്. ജലീൽ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളാണ്, നിൽക്കുന്ന ആളാണ്. അങ്ങനെ ആളോട് ഇങ്ങനെ സഹകരണം തുടരാനും ഫോൺ ചെയ്യാനും ഈ പാർട്ടിയിൽ നിന്ന് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ എങ്ങനെ? നമ്മൾ എൻ്റെ സുഹൃത്തുക്കൾ CPM പേരുണ്ട്, എൻ്റെ ഉറ്റ ഫ്രണ്ട്സുകൾ CPM പേരാണ്. അവരായിട്ട് നമ്മൾ എന്തൊക്കെ ബന്ധങ്ങളുണ്ട്? ഇല്ലല്ലോ, ഒരു ജാഗ്രത. എൻ്റെ പാർട്ടിനെ ഒറ്റിക്കെടുക്കുന്ന ഒരു പ്രവൃത്തി എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് എന്ന നിലയ്ക്ക് ബന്ധമാണ്. അപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിനും മറ്റും പേര് വലിച്ചടിച്ച സുഹൃത്ത് ബന്ധത്തിന് നിരക്കാത്ത രീതിയിൽ അത് എൻ്റെ സഹപ്രവർത്തകൻ, ഞാനിത് ഓപ്പണായിട്ട് ലൗഡ് സ്പീക്കറിട്ട് വിളിക്കുമ്പോൾ അടുത്തുള്ള സഹപ്രവർത്തകൻ ഇത് റെക്കോർഡ് എടുത്തിട്ട് വിട്ടുകൊടുത്തതാ. അതിൽ എൻ്റെ നേതാവിനെ ഞാൻ കുറ്റം പറയണില്ല. എൻ്റെ നേതാവിനെതിരെ എന്തെങ്കിലും അതിൽ പറഞ്ഞിട്ടുണ്ടോ? ആ വോയിസ് നിങ്ങളുടെ അടുത്തുള്ളതല്ലേ? ഫോട്ടോ യൂസ് ചെയ്യുന്നു, താങ്കളുടെ ഓഡിയോ യൂസ് ചെയ്യുന്നു, താങ്കളുടെ പേര് പറയുന്നു. അതല്ല, അതുമായിട്ട് നമ്മൾ എന്റെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് നിയമപരമായിട്ട് ഞാൻ എന്റെ നേതാക്കന്മാരുമായി ചർച്ച ചെയ്യുന്നുണ്ട്. ആർക്കെതിരാണെങ്കിലും ഇത് ആരെ യൂസ് ജലീലിനെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകുമോ? എന്റെ പാർട്ടിയുമായിട്ട് അന്വേഷിച്ചിട്ട് അതിന്റെ വേണ്ട നടപടികൾ നമ്മൾ. പിന്നെ ധോത്തിയുമായിട്ട് മണ്ഡലം കമ്മിറ്റി അന്ന് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ധോത്തിക്ക് നിങ്ങൾ ആരെങ്കിലും കംപ്ലൈന്റ് പറയുകയാണെങ്കിൽ അത് ഇവിടെ മണ്ഡലം കമ്മിറ്റിനെ അറിയിക്കണം, നമുക്ക് കമ്പനിക്ക് കൊടുത്തിട്ട് അത് റിട്ടേൺ കൊടുക്കാം. അങ്ങനൊക്കെ നമ്മൾ ജലീൽ പറയുന്ന ഒരു കാര്യം. ഒരു മിനിറ്റ്, പ്രവർത്തകനെതിരെ താങ്കൾ നേതൃത്വത്തിന് പരാതി കൊടുത്തിരുന്നോ? സഹപ്രവർത്തകൻ സ്ഥാനത്തൊന്നുമില്ല. ഇനി ഒരു കാര്യം കൂടി, ഈ ധോത്തി ചലഞ്ചുമായി ബന്ധപ്പെട്ട താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് ചോദിക്കുന്നത്. ചലഞ്ചുമായി ബന്ധപ്പെട്ട അവതരിപ്പിച്ച കണക്കുകൾ ഞാനേ ധോത്തി ഒന്നും കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ പാർട്ടി എന്നോട് 10,000 ചോദിച്ചാൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. എന്റെ പാർട്ടിനൊക്കെ വിശ്വാസം. അതിൽ അവതരിപ്പിച്ച കണക്കുകളിൽ താങ്കൾ പൂർണ്ണ വിശ്വാസം ഉണ്ടോ? താങ്കൾക്ക് എന്തോ വിശ്വാസം? ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞാനാണ് ഇതൊക്കെ സെയിൽ ചെയ്തിട്ടുള്ളത്. കണക്ക് ക്ലിയർ ആണോ? അതെ, ധോത്തി ചലഞ്ചിലെ കണക്ക് എന്താ സംശയം? എല്ലാ കണക്കും